നടി അൻസിബിയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം. വർഗീയ പരാമർശത്തിൽ കേസെടുക്കാനാണ് നടപടി. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള പരാതികളെല്ലാം അന്വേഷിക്കണം. എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. ഈ പരാതിയിൽ കേസെടുക്കാൻ തെളിവില്ലെന്നായിരുന്നു കടവന്ത്ര പോലീസിന്റെ നിലപാട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, അൻസിബയുടെ നിയമ പോരാട്ടം വിജയം കാണുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കാരണം ആദ്യം ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു പരാതിയുമായി തൃപ്പൂണിത്തുറ പോലീസിനെ സമീപിക്കുന്നു. അവിടെ നീതി നിഷേധം. പിന്നീട് കടവന്ത്ര പോലീസ് പരാതി നൽകുന്നു. അവിടെയും കേസെടുക്കാനാവില്ല, ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പോലീസ് റിപ്പോർട്ട് നൽകുന്നു. ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കാൻ. യഥാർത്ഥത്തിൽ ടിനി ടോം കുടുങ്ങുമോ? കാരണം വർഗീയ പരാമർശത്തിൽ കേസെടുക്കാൻ നിർദ്ദേശമുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കാൻ അടക്കമുള്ള പരാതികളിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഒരു പരിധിവരെയും ഇതിൻ്റെ കേസിൻ്റെ ഒരു സ്വഭാവം അല്പം കൂടി ഗുരുതര സ്വഭാവമുള്ളൊരു കേസാണ്. ജാമ്യം പോലും കിട്ടാത്തൊരു കേസാണ്, വകുപ്പുകളാണുള്ളത്. എന്താണ് കോടതി ഇതിൽ പറയുന്നത്? ടോം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കടവന്ത്ര SHO കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിരിക്കുന്ന ഈ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ടും, അതായത് ഈ പരാതിയിൽ കഴമ്പില്ല അല്ലെങ്കിൽ പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ, സംഭവങ്ങൾ നടന്നു എന്ന് കണ്ടെത്താനായിട്ടില്ല, അതുകൊണ്ട് കേസെടുക്കാൻ അല്ലെങ്കിൽ നടപടികൾ എടുക്കാൻ പാകത്തിനുള്ള കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് കടവന്ത്ര പോലീസിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട ഈ ഹർജി, അതായത് ഈ പരാതിക്കാരിയുടെ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് കടവന്ത്ര പോലീസ് ഈ എറണാകുളം 1st ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നമ്പർ 8 സമർപ്പിച്ച അപേക്ഷയുടെ മറുപടിയായിട്ടാണ് അൻസിബിയുടെ പരാതിയിൽ നടപടിയെടുക്കണമെന്ന് തന്നെ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. വർഗീയ പരാമർശത്തിൽ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ടോം സൂചിപ്പിച്ചതുപോലെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിച്ചതിനെതിരെയും നടപടിയെടുക്കണം. അത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണം വേണം. മതപരമായുള്ള കാര്യങ്ങൾ അത് കൃത്യമായി വർഗീയ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് സാക്ഷ്യപ്പെടുത്തതും മൊഴിയെടുത്തതുമായി ബന്ധപ്പെട്ട പലതവണയായി ടിനി ടോം ഇത്തരത്തിൽ അൻസിബിയുടെ DNA ശരിയല്ല, അൻസിബിക്ക് ഡബിൾ ഡാഡി സിൻഡ്രോമാണ്, അത്തരത്തിലുള്ള ആരോപണങ്ങൾ അൻസിബിക്കെതിരെ ഉന്നയിച്ചിരുന്നു. അത് നീനാക്കുറിപ്പ് കേട്ട ശേഷം നീനാക്കുറിപ്പാണ് അൻസിബിയോട് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇതിൽ ഈ പരാതിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ടിലുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ തന്നെ കോടതി മുൻപോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വർഗീയ അധിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത്. ഈ നടിക്കും ഈ അൻസിബയ്ക്കും അൻസിബയുടെ കുടുംബാംഗങ്ങൾക്കും ഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ടിനി ടോമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അൻസിബ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും റംസാൻ കാലഘട്ടത്തിൽ ലീവ് എടുത്തിരുന്ന സമയത്തും ഇത്തരത്തിലുള്ള, അതായത് DNA ശരിയല്ല, അവളുടെ DNAയുടെ പ്രശ്നമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഈ മൊഴി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേസമയം നമുക്ക് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള, ലക്ഷ്മി പ്രിയയുടെ പരാതി, അതുപോലെ തന്നെ ഇവിടെ അൻസിബയുടെ പരാതി, ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതി, ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആകെ മൊത്തത്തിൽ കുലങ്കഷമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു. എന്തായാലും അവർ രാജിവെക്കുന്നതിന് അല്ലെ കൂട്ടത്തോടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുഴുവൻ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അൻസിബയുടെ പരാതിയിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള ചോദ്യം ബാക്കിയാവുകയായിരുന്നു. അതും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള അമ്മയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു വനിത ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കേട്ടില്ല കണ്ടില്ല, അതിന് വ്യക്തമായ നടപടിക്രമങ്ങളിലേക്ക് പോകാതെയുള്ള ഒരു സംഘടനയുടെ നടപടിക്രമങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് വേണം. ആ സമയത്തുണ്ടായിരുന്ന ആരോപണങ്ങൾ പ്രധാനപ്പെട്ടത് അങ്ങനെ തന്നെ ആയിരുന്നു. അതേസമയം തന്നെ അൻസിബ ഇവിടെ സിനിമയിൽ, ചലച്ചിത്ര ലോകത്ത് പോലും വലിയ പിന്തുണ അൻസിബയ്ക്ക് ലഭിച്ചില്ല. അൻസിബ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കമലിനെ പോലെ ഏതാനും ചില ആളുകൾ മാത്രമാണ് അൻസിബയുടെ പരാതി ഗൗരവമുള്ളതാണ്, അൻസിബയെ കേൾക്കണമെന്നൊരു ഒരു എന്നാ പറയുക, മാനസികമായിട്ടുള്ളൊരു പിന്തുണയെങ്കിലും അവർക്ക് നൽകിയത്, അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ളൊരു പിന്തുണയെങ്കിലും നൽകിയത്. ബാക്കി ആരുപോലും, അതായത് ഇത് അമ്മയുടെ കൂട്ടരാജിക്ക് വരെയും കാരണമായൊരു സംഭവവികാസം കൂടിയാണിത്. ഇത് എവിടെയൊക്കെ പരസ്പരം സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു. അമ്മയുടെ നേതൃത്വം ഇടപെട്ട് പരിഹരിക്കാവുന്ന പ്രശ്നമായിരുന്നു. അതാണ് രാജിയിലേക്കും ഏറ്റവും ഒടുവിൽ ഒരു കേസിലേക്കും മറ്റ് നിയമ നടപടികളിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായത്. തുടക്കത്തിൽ തന്നെ തീർക്കാവുന്ന പ്രശ്നമായിരുന്നില്ലേ ഇത്, ആജ്ഞ?
തീർച്ചയായിട്ടും ഇത്തരം ഒരു പരാതി വരുമ്പോൾ ആ പരാതിയിൽ എന്താണ് ഒരു അംഗം ഉന്നയിക്കുന്നത്, അതിൽ കഴമ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പരാതിക്കാരിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അത് തന്നെയാണ്. പ്രത്യേകിച്ചും അൻസിബ ജോയിന്റ് സെക്രട്ടറിയാണ്, എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജോയിന്റ് സെക്രട്ടറിയാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ, അതായത് അമ്മ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് മോശമല്ലാത്തൊരു ഭാരവാഹിത്വം വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ അത്തരത്തിലൊരു ലേഡിയെ, അതും ഒരു വലിയ പരാതി ഉന്നയിക്കുകയാണ് തന്നെ. അതായത് ഇവർ ചിലരെ മതം മാറ്റാൻ ശ്രമിക്കുന്നു, ജിഹാദി എന്ന് വിളിക്കുന്നു ഇവരെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ DNA ശരിയല്ല, ഡബിൾ ഡാഡി സിൻഡ്രോമാണ്. ഇങ്ങനെ കുടുംബത്തെയും സാമൂഹികപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഒരാൾ ഇങ്ങനെ മാറി മാറി പറയുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തി അത് ആവർത്തിക്കാതിരിക്കാനുള്ള ഉറപ്പ് മറ്റേ ആൾക്ക്, പരാതിക്കാരിക്ക് നൽകേണ്ടത് ഒരു സംഘടനയുടെ ഉത്തരവാദിത്വമാണ്. അത് ഉണ്ടായിട്ടില്ല. പരാതി കേൾക്കാതെ വലിയൊരു പരാതി ഉന്നയിക്കുമ്പോഴും ആ പരാതി കേൾക്കാതെ മറ്റു വിധത്തിൽ, അല്ലെങ്കിൽ ഇവർ തങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് എന്നുള്ള തരത്തിലേക്ക് ആ പരാതിയെ കോംപ്രമൈസ് ചെയ്ത്. തീർച്ചയായും അത് മാത്രമല്ലല്ലോ ആജ്ഞ ഇവിടെ ഉണ്ടായത്. കാരണം ഇത്ര ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. വീഴ്ച മനുഷ്യ സ്വാഭാവികമാണ്. അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഖേദം പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ തെറ്റ് തിരുത്താം. അതുപോലെ ഇവിടെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അതിനുശേഷം അൻസിബയെ വീണ്ടും അധിക്ഷേപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മറ്റ് സദാചാര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ പോലും ഇവരുടെ ഭാഗത്തുണ്ടായി. മാത്രമല്ല, രാജിക്ക് ശേഷം ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും ചില ഓൺലൈനിലൂടെ അൻസിബയെ പരസ്യമായി അധിക്ഷേപിക്കുന്നു. ആ വിഷയത്തിലും അൻസിബ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അവിടെയും ഇനി പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതും നമ്മൾ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം അൻസിബയെ പരസ്യമായി അവർ അധിക്ഷേപിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ കോടതിയുടെ നടപടി ഉണ്ടായ സാഹചര്യത്തിൽ പോലീസ് അല്പം കൂടി ജാഗ്രതയോട് കൂടി ആയിരിക്കില്ലേ ഇനി ആ മറ്റ് കേസുകളെ കാണുക? കുറെ കൂടി ഈ കാര്യങ്ങൾ ഈ അൻസിബയുടെ അതായത് അമ്മയുടെ രാജിക്ക് ശേഷം ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോകളിൽ അതിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള അതിനുള്ള റിയാക്ഷൻ തന്നെ ഇവർക്ക് എഗൈനസ്റ്റ് ആണ്. കാരണം ഈ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംഘടനയിൽ ഉണ്ടായി വന്നിരുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ അൻസിബ പറയുന്നുണ്ട്, ഇത്തരത്തിൽ അവരെ ഡീമോറലൈസ് ചെയ്യുന്നുണ്ട്, അവിഹിത കഥകൾ അവരെ പറ്റി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതിനെതിരെ ആ സമയത്ത് സംഘടനയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് താൻ പ്രതികരിച്ചില്ല എന്ന് അൻസിബ പറയുന്നുണ്ട്. അതേസമയം പിന്നീട് അത് DNA പ്രശ്നം, അതല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രശ്നം, മതം പരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയ വർഗീയ പരാമർശങ്ങളിലേക്കും സാമൂഹികമായി അവരെ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയെ തരം താട്ടുന്ന തരത്തിലേക്കുമൊക്കെ നീങ്ങിയപ്പോഴാണ് അത് വലിയൊരു പരാതിയായിട്ട് മാറിയത്. ടോം സൂചിപ്പിച്ചതുപോലെ സംവിധായകൻ കമൽ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കമൽ പറഞ്ഞത് ഇതാണ്: സിനിമ എന്ന് പറയുന്നത് ഒരു സെക്യുലറിസത്തിന്റെ ഇടമാണ്. അവിടേക്ക് ഇത്തരത്തിൽ മതപരമായ ചിന്തകൾ, മതപരിവർത്തനം നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വരുന്നത് തന്നെ ഖേദകരമാണെന്ന് പറയുന്നു. ഗണേഷ് കുമാർ പറയുന്നു, ഇത്തരം ആരോപണങ്ങൾ, അതായത് മതമെന്ന് പറയുന്ന കാര്യം തന്നെ സിനിമാ രംഗത്ത് പറയുന്നത് തന്നെ അങ്ങേറ്റം ലജ്ജാവഹമാണ് എന്ന് ഗണേഷ് കുമാർ പറയുന്നു. അങ്ങനെയുള്ള പിന്തുണ അൻസിബയ്ക്ക് ലഭിക്കുമ്പോഴും അതിൽ കൃത്യമായ പിന്തുണ സംഘടനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാജിവെച്ച ശേഷം ലക്ഷ്മിപ്രിയ വന്ന് നടത്തുന്ന, അതല്ലെങ്കിൽ കുലസ്ത്രീ പരിവേഷമാണ് ലക്ഷ്മിപ്രിയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ കമന്റുകളിലും വിമർശനങ്ങളിലും ഒക്കെ വ്യക്തമാണ്. അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുമ്പോഴും ശ്വേതാ മേനോൻ നടത്തുന്ന പരാമർശങ്ങളിൽ ഹൻസിബയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സപ്പോർട്ടും സംഘടനയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ആണ് ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും കോടതിയുടെ ഉത്തരവ് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെയാണ്. മതപരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് ഈ കേരളം പോലെയുള്ള ഒരു സെക്യുലർ ഇടത്തിൽ അത് പ്രശ്നമായി വന്നാൽ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എന്തായാലും കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അൻസിബയ്ക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമായിരുന്നു അത്. പക്ഷേ പരസ്പരമുള്ള ഈഗോ, ഇതാണ് ഒരു കൂട്ടരാജിയിലേക്കും ഏറ്റവും ഒടുവിൽ നിയമ നടപടികളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. ഇതെന്തായാലും സിനിമാ താരങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാകേണ്ട കേസ് കൂടിയാണിത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.